ഇന്ന് നമ്മൾ പോകുന്നത് ഒരു വ്യത്യസ്തമായ മേഖലയിലേക്കാണ്. മലയാള സിനിമയ്ക്ക് ഏറ്റവും അധികം പൂച്ചകളെ സപ്ലൈ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടാം. ശ്രീ മുഹമ്മദ് അനസ്. സിനിമാ കാര്യങ്ങളിൽ മുൻപ് സിനിമയ്ക്ക് വേണ്ടി മൃഗങ്ങളെ പരിശീലിപ്പിക്കുകയും സിനിമയ്ക്ക് മൃഗങ്ങളെ സപ്ലൈ ചെയ്യുകയും സിനിമയ്ക്ക് വേണ്ടി മൃഗങ്ങളെ വളർത്തുകയും ചെയ്യുന്ന ബായിയെ പരിചയപ്പെടുത്തിയിരുന്നു. മദിരാശിയിലെ വളരെ എന്താ പറയേണ്ടത് പ്രാകൃതമായ അവസ്ഥയിൽ വളർത്തപ്പെടുന്ന മൃഗങ്ങളെയും അതിൻ്റെ രീതികളൊക്കെ നമ്മൾ പരിചയപ്പെട്ടതാണ്. പക്ഷേ കേരളത്തിൽ പെറ്റ് അനിമൽസിനെ സപ്ലൈ ചെയ്യുകയും വിൽക്കാൻ വേണ്ടി വളർത്തുകയൊക്കെ ചെയ്യുന്ന ഒരു സെറ്റപ്പ് എവിടെയുണ്ട് എന്ന് എനിക്കറിയില്ലായിരുന്നു. ഈ അടുത്ത് സ്വപ്നസഞ്ചാരി എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോഴാണ് അതിലുള്ള പൂച്ചകൾ, മുയൽ ഒക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് കേരളത്തിൽ സിനിമയ്ക്ക് വേണ്ടി മൃഗങ്ങളെയൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരാളുണ്ട് എന്നറിയുന്നത്. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ചു. ശ്രീ മുഹമ്മദ് അനസ് ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് പൂച്ചകളുണ്ട്. പൂച്ചകളെന്ന് പറയുന്നത് നമ്മുടെ നാടൻ പൂച്ചകളല്ല. ഒരു പൂച്ചയ്ക്ക് നമ്മളെക്കാൾ വിലയുണ്ട്. ഒരു തത്തയ്ക്ക് നമ്മളെക്കാൾ വിലയുണ്ട്. 12 ലക്ഷത്തിൻ്റെ തത്ത, അല്ലെങ്കിൽ തത്തയെ പോലെയുള്ള ഒരു പക്ഷി. 1 ലക്ഷവും 20,000-വും 50,000-വും വിലയുള്ള പൂച്ചകൾ. അങ്ങനെ അതിൻ്റെ ഒരു വലിയ ലോകം. അതും വളരെ ക്ലീനായിട്ട്. സാധാരണ പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ വളർത്തുന്ന സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബാഡ് സ്മെല്ലുണ്ടാവും, അതിനുള്ളിലേക്ക് കയറാൻ പറ്റില്ല, അത്രയും പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ വളരെ ക്ലീനായിട്ട് സൂക്ഷിച്ചിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ഇന്ന് മുഹമ്മദ് അനസിനെ പരിചയപ്പെടാം. ഇത്രയും പൂച്ചകൾ, പട്ടികൾ, ഇതിനു മുൻപ് വേറെ എന്തെങ്കിലും ജോലി ചെയ്തിരുന്നു? ഇതിനു മുമ്പ് ഞാൻ എയർടെൽ മൊബൈൽ സർവീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 7 വർഷത്തോളം വർക്ക് ചെയ്തു. പിന്നെ മൊബൈൽ സർവീസിനാലും കുറച്ചും കൂടി ബെറ്ററാണ് ആനിമൽ സർവീസ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാനിതിലോട്ട് ഫുൾ ടൈം ജോലി റിസൈൻ ചെയ്തു. പിന്നെ 3 വർഷമായിട്ട് ഇതിൽ മാത്രം. ഈ പൂച്ചകൾ ഇപ്പോൾ പലതരത്തിൽ സയാമീസ് കാറ്റ്സ് ഉണ്ട്, പേർഷ്യൻ കാറ്റ്സ് ഉണ്ട്. പൂച്ചകളുടെ ഈ നമ്മൾ നാട്ടിൽ കാണുന്ന പൂച്ചകളല്ലാത്തൊരു പൂച്ചകളാണുള്ളത്. അതെ അതെ. അപ്പം എന്തൊക്കെ ബ്രീഡുകളുണ്ട്, എന്തൊക്കെയാണ് ഓരോന്നിൻ്റെയും പ്രത്യേകത, അതൊന്ന് വിശദമായിട്ട് പറയാൻ പറ്റും? നമ്മുടെ നാട്ടിലും മലയാളികൾക്കും നമ്മുടെ ഇന്ത്യക്കാർക്കും പൊതുവെ ഇഷ്ടപ്പെടുന്നൊരു ബ്രീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേർഷ്യൻ കാറ്റ്സാണ്. പേർഷ്യൻ കാറ്റ്സിന് ഇഷ്ടപ്പെടാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യകാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ പോമറേനിയൻ നായ്ക്കൾ വന്നപ്പോൾ എല്ലാവർക്കും പോമറേനിയൻ മതിയായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു മെയിൻ്റനൻസും അതിൻ്റെ പരിചരിക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഹെയറിൻ്റെ ചില ആളുകൾക്ക് അലർജി പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് ആളുകൾക്ക് മാറ്റി ഇപ്പോൾ ഷോർട്ട് ഹെയർ ബ്രീഡ്സ്, ഡാഷ് ഉണ്ട്, ലാബ്രഡോർ, അങ്ങനെ ഷോർട്ട് ആയിട്ടുള്ള ഹെയറുള്ള ബ്രീഡ്സിനെ ചൂസ് ചെയ്ത് തുടങ്ങി. എന്ന് പറയുന്ന പോലെ ഇപ്പോൾ പൂച്ച ട്രെൻഡ് ഇപ്പോൾ കേരളത്തിലോട്ടും ഇന്ത്യയിലോട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളൂ. 4-5 വർഷമായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതൊക്കെ മാറി കുറച്ചും കൂടി സയാമീസ് അങ്ങനെയുള്ള കാറ്റ്സിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ പേർഷ്യൻ കാറ്റ്സാണ് കൂടുതൽ നമ്മുടെ മലയാളികൾക്കും ആളുകൾക്ക് കൂടുതൽ നമ്മുടെ ഇവിടെ വിറ്റ് പോകുന്നതും ആൾക്കാർ ചൂസ് ചെയ്യുന്നതും. ഈ പേർഷ്യൻ കാറ്റ്സ് എന്ത് വില വരും ഒരു കുഞ്ഞിന്? പേർഷ്യൻ കാറ്റ്സ് അത് നമ്മുടെ കളറ്, ഒരു കണ്ണിൻ്റെ കളറും അതിൻ്റെ ബോഡിയുടെ കളറും പിന്നെ അതിൻ്റെ വലിപ്പത്തിനനുസരിച്ചും പാരൻറ്റിൻ്റെ ക്വാളിറ്റി അനുസരിച്ചൊക്കെയാണ് ഇതിൻ്റെ വില വന്നത്. എന്നാലും നമുക്കൊരു 10,000 രൂപ ഒരു ഇപ്പോൾ 60,000 രൂപ വരെയും കുഞ്ഞുങ്ങൾക്ക് വിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഒരു വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന പൂച്ചകളാണെങ്കിലും ഒരു കസ്റ്റമറിന് ഒരു മോഹോല പറഞ്ഞു കൊണ്ടുപോകുന്ന കസ്റ്റമേഴ്സും ഉണ്ട്. ഈ ട്രെയിൻ ചെയ്യണം അതിനല്ലേ? ട്രെയിൻ ചെയ്യണം പൂച്ചകൾ. ഗ്രൂം ചെയ്യണത് നമ്മളതിനെ ഒരുക്കുക, അതിനുള്ള ബാക്കി നെയിൽ കട്ടിങ്ങും പിന്നെ അതിനെ കുളിപ്പിക്കൽ, പിന്നെ അതിൻ്റെ ഹെയറുകളൊക്കെ പല രീതിയിൽ കട്ട് ചെയ്ത് നിർത്താം നമുക്ക് പല ഭംഗിയിലൊക്കെ. അതുകൂടാതെ നമ്മളിതിനെ ട്രെയിൻ ചെയ്യുക എന്നുള്ളത് പൂച്ചനെ ട്രെയിൻ ചെയ്യാൻ സംബന്ധിച്ച്, പട്ടിനെ ട്രെയിൻ ചെയ്യാൻ സംബന്ധിച്ചിടത്തോളം പൂച്ചനെ ട്രെയിൻ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അവരായിട്ട് നല്ലൊരു ബോണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്താലേ അതിന് പറ്റുള്ളൂ. പൂച്ചയായിട്ട് ആദ്യം തന്നെ നമ്മൾ 1 ദിവസം 2 ദിവസം കൊണ്ടൊന്നും പറ്റില്ല. നമ്മൾ ചിലപ്പോൾ 6 months വരെ പോയിട്ടുണ്ട് പൂച്ചകളെ ട്രെയിൻ ചെയ്യാന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ തന്നെ ഈ 6 months 8 months ഒക്കെ വരും. എന്തൊക്കെ ചെയ്യിക്കും പൂച്ചയെ കൊണ്ട്? നമ്മുടെ 2-3 പൂച്ചകളൊക്കെ നമുക്ക് ഷെയ്ക്കാൻ്റെ തന്നെ പൂച്ചകളുണ്ട്. പിന്നെ നമ്മൾ സ്ലീപ്പ് എന്ന് പറയുമ്പോൾ അനങ്ങാതെ കിടക്കുന്ന പൂച്ചകളുണ്ട്. പിന്നെ മിക്ക പൂച്ചകളും നമ്മൾ കറക്റ്റായിട്ട് പേര് വിളിച്ചാൽ കൂടെ വരും. ഓരോ പൂച്ചകളായിട്ട് കാണിച്ചിട്ട് പറഞ്ഞപ്പോൾ ആളുകൾക്ക് കൂടുതൽ കാണാൻ രസമുണ്ടാവും. തീർച്ചയായിട്ടും നമുക്ക് അവനെ ആദ്യം പരിചയപ്പെടാം. ശരി. ഇത് അവനോ അതോ അവളോ? ഇത് അവനാണ്.
ഇതിവിടെ ഉള്ളത് നമ്മുടെ പൂച്ചകളിൽ ഇത്തിരി കാർന്നൂരെന്ന് പറയാം. എന്ത് പ്രായമുണ്ട് ഇതിനിപ്പോ വന്നിട്ട് 6 വയസ്സോളമുണ്ട്. 6 വയസ്സുണ്ട്. പൂച്ചയ്ക്ക് അപ്രോക്സിമേറ്റ്ലി എത്ര ഉണ്ടാവും ആയുസ് 16 വർഷമാണ് ഇവർ പറയണത്. പക്ഷേ നമ്മൾ നല്ല രീതിയിൽ കാൽസ്യവും വൈറ്റമിനൊക്കെ കറക്റ്റായിട്ട് ഫീഡ് ചെയ്യണമെങ്കിൽ അതിനൊരു 30. ഇപ്പം ദുബൈയിൽ ഈ അടുത്തിടയ്ക്ക് ഒരു പൂച്ചനെ കുറിച്ച് യൂട്യൂബിലൊക്കെ ഉണ്ടായിരുന്നത് അതിന് ഇപ്പോൾ 32 വയസ്സായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ നല്ല രീതിയിൽ അതിനെ സപ്ലിമെൻറ്റ്സ് ഒക്കെ ഫീഡ് ചെയ്യാനാണെങ്കിൽ അത് ജീവിക്കും. മനുഷ്യ പോലെ തന്നെ വെള്ളടിയൊന്നും ഇല്ലെങ്കിൽ കുറേ കാലം ജീവിക്കും. ഇത് എന്ത് ബ്രീഡ്? ഇത് പേർഷ്യൻ. ഇതാണ് പേർഷ്യനിൽ നല്ലൊരു ക്വാളിറ്റി ഫേസ്. അതായത് ഇതിൻ്റെ ഒരു ക്യാറ്റ് ഷോ ഒക്കെ സംഘടിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിൻ ചെയ്യും. കാരണം അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഇതിൻ്റെ ഇതിലുണ്ട്. എന്താ പേര്? ഇതിൻ്റെ പേര് ജാക്ക്. ഒരു മനുഷ്യന്റെ ചായ ഉണ്ടല്ലോ മീശ. പിന്നെ ഞങ്ങൾ ഇവന്റെ ഫേസിന്റെ ആ ഒരു ഗാംഭീര്യം കണ്ടിട്ട് വീട്ടിലിങ്ങനെ ഗദ്ദാഫി എന്നൊക്കെ വിളിക്കും. അങ്ങനൊരു ഗാംഭീര്യം കണ്ടിട്ട്. കാരണം ഇവരുടെ സ്വദേശം ശരിക്കും ഇറാനാണ് പേർഷ്യൻ ക്യാറ്റ്സിന്റെ. പിന്നെ റോയലാണ്. ഇവരധികം മിയാവ് വെക്കില്ല, സൗണ്ട് അധികം കേൾപ്പിക്കില്ല. നമ്മുടെ നാടൻ പൂച്ച പോലെ. എലിയെ പിടിക്കുമെന്ന് ചോദിച്ചാൽ കിട്ടിയാൽ പിടിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്താ ഭക്ഷണം കൊടുക്കുക ഇതിനിപ്പോൾ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാറ്റ് ഫുഡാണ് കൊടുത്തുകൊണ്ട്, പാക്കറ്റ് ഫുഡ്, ഇമ്പോർട്ട് ഫുഡ്സാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ആഴ്ചയിൽ 2 ദിവസം ഫിഷ് ഉണ്ട്. അത് പച്ചയ്ക്ക് കൊടുക്കുക അതോ വേവിച്ച് കൊടുക്കും. അതിൽ മഞ്ഞളിടും. മഞ്ഞൾ കുറച്ചിടും, വേംസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞളിടും. ഇവൻ പേർഷ്യൻ തന്നെ. ഇവൻ പേർഷ്യൻ ടാബി എന്ന് പറയും. ഇവൻ പേർഷ്യൻ ടാബിയാണ്. ഇവന് വിത്ത് തടി കുറച്ചേക്കാണ്. ഇവൻ 12 കിലോ വരെ വെയിറ്റ് ഉണ്ടായിരുന്നതാണ്. പിന്നെ ഈ നമ്മൾ സ്റ്റഡിനൊക്കെ യൂസ് ചെയ്യാനാണ്. ഇവൻ മറ്റവനേക്കാൾ ഒരു പൊടി കുറഞ്ഞ കുറച്ചുകൂടി ക്വാളിറ്റി. അതായത് ഇപ്പോൾ ശരിക്കും ജെന്യൂനായിട്ട് രണ്ടൂന്ന് രീതിയിൽ ഈ പേർഷ്യൻ ക്യാറ്റിനെ തിരഞ്ഞെടുക്കും നമുക്ക്. ഫേസിൽ പഞ്ച് ഫേസ്, ഡോൾ ഫേസ്, സെമി പഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പ്യുവർലി ഡോൾ ഫേസ് ആണ്. പഞ്ച് ഫേസ് ആണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പഞ്ച് ഫേസിനാണ് താല്പര്യം ആൾക്കാർക്ക് കൂടുതലെങ്കിലും ഈ ഡോൾ ഫേസിന് അത്ര സ്നേഹവും. ഇപ്പോൾ കുട്ടികളുണ്ടായാൽ തന്നെ ഡോൾ ഫേസിന് ഒരു 6 കുട്ടികൾ 7 കുട്ടികൾ വരെ ഉണ്ടാവും. പഞ്ച് ഫേസിനാകുമ്പോൾ ഒരു കുട്ടിയെ കിട്ടി. അതേപോലെ ബ്രീഡിങ്. അതുപോലെ അതിൻ്റെ പാരൻസ് ഒക്കെ കുട്ടികളെ നോക്കാനും ഡോൾ ഫേസാണ് നല്ലത് കുറച്ചുകൂടി. ഇവന്റെ പേരെന്താ? ഇവനെ ഞങ്ങൾ ഇതിൻ്റെ രൂപം കണ്ടിട്ടേ ഞങ്ങൾ ഇതിന് പുലി എന്നാണ് വിളിക്കുന്നത്. ഒരു പുലിയുടെ ഒരു കോലമാണല്ലോ ആള്. ഇത് കുറച്ച് വ്യത്യാസമുള്ളതായിട്ടാണ് തോന്നുന്നു. അതെ. ഇത് ഞങ്ങളുടെ വീട്ടിൽ ഇവിടെ ഷോർട്ട് ഹെയർ ബ്രീഡ്സ്, ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ എന്നൊരു ബ്രീഡ് ഉണ്ട്. അപ്പോൾ അതിനിവിടെ നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്യാനാണെങ്കിൽ 2-2.5 ലക്ഷം രൂപ വരും പൂച്ചയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വില ഇവിടെ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഒരു താങ്ങാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ തന്നെ ഈ അങ്കോറ ക്യാറ്റ്സിനെയും പേർഷ്യൻ ക്യാറ്റ്സിനെ വേണ്ടി ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ ഷോർട്ട് ഹെയർ ബ്രീഡ്സിനെ നമ്മൾ ബ്രീഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലുള്ളൊരു ഇതാണ്. ഇതിന് 6-7 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഇത് അനസന്റെ കണ്ടെത്തലാണെന്ന് വേണമെങ്കിൽ പറയാം ഈ ബ്രീഡ്. അതെ. അങ്കോറയും പേർഷ്യൻ വൈറ്റും അങ്കോറ വൈറ്റും കൂടി ക്രോസ് ചെയ്ത് അധികം ഹെയർ കുറഞ്ഞ ബ്രീഡ്സിനെ നമ്മൾ ക്രോസ് ചെയ്തിട്ട്. അതെ. ഇതിപ്പോ 2 സിനിമകളിൽ അഭിനയിച്ചു. ഇതിന് ഒന്ന് സ്വപ്നസഞ്ചാരിയിൽ ജയറാമേട്ടന് ഒരു പൂജാമുറിയിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് എടുത്ത് കളയുന്ന ഒരു സീനിലുണ്ട്. ഇവന്റെ കണ്ണിന് ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാർ, അത് ഒരു കണ്ണ് മഞ്ഞ. അതെ. ഓഡ് ഐസ് എന്നാണ് വിശേഷിപ്പിക്കണത്. ഓഡ് ഐസ് എന്ന് പറയും. ഒന്ന് വൈറ്റും ഒന്ന് യെല്ലോ. അത് കാണാത്ത ഒരു സംഭവമാണ്. 2 കണ്ണുകളും 2 കളറാണ്. ഇവന് പേരിട്ടുണ്ടോ? ഇവന് ഞങ്ങള് പേര് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പുറത്തുനിന്ന് ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഓടി എന്നാണ് പേരിട്ടത്. ഓഡ് ഐസ് എന്നുള്ളത് ഷോർട്ടാക്കിയിട്ട് ഓടി എന്നാണ്. അപ്പൊ ഇവനോട് ഓടി വാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഓടി വാടി എന്നാണ് ആളുകൾക്ക് ഫീൽ ചെയ്യണം. കേൾക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ഫീൽ ചെയ്യും.